മിസ്റ്റർ ദീപൻ, നമ്മളിനി ഒരുമിച്ച് ഒരു ഷോ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോ സ്വാഭാവികമായിട്ടും എന്റെ കഥകൾ നിനക്കും നിന്റെ കഥകൾ ഒരുവിധമല്ല എനിക്കും അറിയാം. നിനക്ക് എന്നോടൊരു ശത്രുത ഓൾറെഡി ഉണ്ട്. സൂരജ്, ഞാനൊരു കാര്യം പറയാം. എന്തായാലും ഇനിയിപ്പോ നിന്നെ സഹിച്ചേ പറ്റുള്ളൂ. കാരണം അങ്ങനെ നിന്നെ മാറ്റില്ല. അപ്പൊ ഒരു കാര്യം, എന്തായാലും നമ്മളിങ്ങനെ ആയിപ്പോയെങ്കിലും പെൺകുട്ടികളോട് എന്തായാലും വരും. പക്ഷേ നിന്റെ കോഴി സ്വഭാവം എടുക്കരുത്. ഞാൻ കണ്ടീഷൻസ് കുറച്ചുണ്ട്. ഇവിടെ പ്രശ്നമല്ല, ഇത് ഷോ പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ്. അതാ ഞാൻ പറഞ്ഞത്, സുന്ദരിമാരായുള്ള പെൺകുട്ടികൾ വരുമ്പോൾ ഞാൻ കുറച്ച് പഞ്ചാരയൊക്കെ അടിച്ചു എന്ന് വരും. അപ്പൊ നമ്മൾ തമ്മിൽ ഒരു ഡീൽ എത്തണം, ഒരു അഗ്രിമെന്റ്. ഓക്കെ, നിന്റെ കാര്യം ഇപ്പൊ എല്ലാം എനിക്കറിയാം. നിന്റെ രഹസ്യങ്ങൾ അറിയാം, നിന്റെ പുറത്തുള്ള ദോഹയിലെ വിശേഷങ്ങൾ എനിക്കറിയാം, നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മളായിട്ട് കളയണ്ട, ആ എഗ്രിമെന്റ് കടമ്പയിലോട്ട് കടക്കാം. ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം നമുക്ക് തമ്മിൽ, നമ്മൾ മാത്രം അറിയാം. എന്തെങ്കിലും നിന്റെ കയ്യിരിപ്പുണ്ട്, നീ വല്ല സ്വഭാവം കാണിച്ച അന്ന് നിന്റെ മോനെ ആ എഗ്രിമെന്റ്. അതുപോലെ ആ എഗ്രിമെന്റ് ഞാനും എടുത്ത് വീശും. നിനക്ക് മാത്രം ബാധകല്ലേ? പിന്നെ എഗ്രിമെന്റ് എടാ, എഗ്രിമെന്റ് പക്ഷേ ഞാൻ കീപ്പ് ചെയ്യും. ഒരു വിശ്വാസം. ഓക്കെ, ഡൺ. എന്താണ് വായിച്ചേ? ദോഹയിൽ നിന്ന് സൂരജ് ദീപനുമായിട്ട് തയ്യാറാക്കുന്ന എഗ്രിമെന്റ്. ബാക്കി കുറച്ച് സ്പേസ് ഉണ്ട്, അതിപ്പോ നമുക്ക് സമയമില്ല. ഷോ തുടങ്ങാൻ സമയമായി. നീ എന്തായാലും ഒപ്പിട്, സമയം കളയാം. നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവോടെ? ഒപ്പിട്, നീ വിശ്വസിക്കാൻ കൊള്ളാവോ എന്നെ? ഇവിടെ അളിയ ഒപ്പിടാ. എടാ, ഒരു പാട്ട് കേട്ടോ? ഒപ്പിടാ. അല്ല, ഇപ്പൊ ഒരു മര്യാദക്ക് ഒപ്പിടാ. അങ്ങോട്ട് ഒരു സമയം കളയുന്നത്. എടാ, ഇതിന്റെ ഇത്രയും ബ്ലാങ്ക് സ്പേസ് നീ എന്താ ചെയ്യാന്ന് എനിക്ക് നീ പിടിയിട്ടില്ല. എടാ, എപ്പോഴും ഒരു പേപ്പർ കൺജസ്റ്റ് ആക്കാൻ പാടില്ല, കുറച്ച് സ്പേസ് ഒക്കെ കിടക്കട്ടെ. അല്ല, അതിലിപ്പോ സംഭവം എഴുതാണ്ട് നീ ഇങ്ങനെ വേറൊന്നും എഴുതില്ല. ഇനിയിപ്പോ അളിയ നീ എന്റെ കൂടെ അല്ല, ഇതിലിപ്പോ നിന്റെ ഒപ്പ് വേണ്ടേ? ആരാ നിന്റെ ഒപ്പ് വേണ്ടേ? എടാ, ഇപ്പൊ ഷോ തുടങ്ങണം. എന്റെ ഒപ്പൊക്കെ പഴുക്കെ നമുക്ക് വഴിയേ ഇടാം.